അസ്സലാമു അലൈക്കും. ഇപ്പം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന വിഷയം നമ്മൾ മുന്നേ ഖുർആനിൽ നിന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അധ്യായം 41 ഫുസിലത്തി 53 പറ്റിയിട്ട്, അല്ലെങ്കിൽ 53 പറയുന്ന കാര്യത്തെ പറ്റിയിട്ട്. അപ്പോൾ എന്താണെന്ന് ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താം. നമ്മളിൽ തന്നെയും അല്ലെങ്കിൽ നമ്മുടെ പുറത്തും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ വരും, അത് ഖുർആൻ സത്യമാണ് തെളിയിക്കപ്പെടുകയും എന്നൊക്കെ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ശരീരത്തിലും വരും, അതിന്റെ പുറത്തും തെളിവുകൾ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വിശ്വസിക്കാത്തവര് യഥാർത്ഥത്തിൽ നരകത്തിലാവുമെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അൽ കൗഫിലെ അവസാനത്തെ വരികൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ വരുമ്പോൾ അത് നിഷേധിച്ചവർക്ക് നരകമാണ്, അല്ലെങ്കിൽ അവർ നഷ്ടക്കാരാണെന്നാണ് അൽ കൗഫിലൂടെ പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ നമ്മൾ ഒരുപാട് മനസ്സിലാക്കാത്തതുണ്ട്. ഞാൻ ഇതേ ഒരു കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. യെശയ്യാ 50:10 നിങ്ങളിൽ കർത്താവിനെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആര്? തനിക്ക് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ കഴിഞ്ഞാലും അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ചു തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. അതിൽ തന്നെ 12 പറയുന്നത്, നീതിയെ പിന്തുടരുന്നവരും കർത്താവിനെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കർത്താവിനെ തേടുന്നവരാണെങ്കിൽ, അന്വേഷിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നീതിയെ പിന്തുടരുന്നവരാണെങ്കിൽ എൻ്റെ വാക്കുകൾ കേൾക്കുകയും നിങ്ങൾ പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ കഴിഞ്ഞാലും അവൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചു തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവിൻ്റെ നാമം എന്താ? നമ്മൾ അള്ളാഹുവിൻ്റെ കൈ എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 3 ഗ്രന്ഥത്തിലും സെയിം ആണ്. ആ കൈകൾ എന്താണ് എന്നുള്ളത് സെയിം ആയിരുന്നു. അപ്പോൾ അവൻ്റെ നാമത്തിൽ ആശ്രയിച്ചു, ആ കൈകളെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവന്റെ നാമത്തിൽ ആശ്രയിച്ചു എന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ, അതിൽ നിങ്ങൾ ആശ്രയിച്ച്, അതാണ് നിങ്ങൾ ദൈവം എന്ന് നിങ്ങൾ വിശ്വസിച്ച് കൊള്ളാനാണ് അവിടെ പറയുന്നത്. അതിൽ ചാരിക്കൊള്ളട്ടെ എന്ന്, അതിനെ നമ്മൾ ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുന്നവരാണെങ്കിൽ എന്നുള്ള ഇവിടെ പറയുന്നത്. ഇനി യെശയ്യാ 60:2 പറയുന്നത്, അന്ധകാര ഭൂമിയെ കൂരിട്ട് ജാതികളെയും മൂടുന്ന കാലം, അല്ലെങ്കിൽ നിന്റെ മേൽ ദൈവം ഉദിക്കും. ഇവിടെ പറഞ്ഞ അന്ധകാരം ഭൂമിയെ കൂരിട്ട് എന്നൊക്കെ പറയുന്നത് അവസാന നാളില് ഭൂമിയിലുള്ള അക്രമങ്ങൾ, അനീതികൾ, അല്ലെങ്കിൽ മനുഷ്യരിലുള്ള മോശം പ്രവർത്തികൾ, ഈ ഒരു കാലഘട്ടത്തിനാണ് ഈ കൂരിട്ട് അല്ലെങ്കിൽ അന്ധകാരം എന്നൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നിന്റെ മേൽ ദൈവം ഉദിക്കും. അപ്പൊ നിന്റെ മേൽ ദൈവം ഉദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫുസിലത്ത് 53 പറഞ്ഞ പോലെ നമ്മളിലും നമ്മുടെ ശരീരത്തിലും പുറത്തും സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങൾ വരും നമ്മൾ പറഞ്ഞല്ലോ. അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. നിന്റെ മേൽ ദൈവം ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാവും. ഇനി യെശയ്യാ 60:21 പറയുന്നുണ്ട്, നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എൻ്റെ നടുതലയുടെ മുളയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എൻ്റെ നടുതലയുടെ മീൻസ് ഉദ്ദേശിക്കുന്നത്, നടുതല മീൻസ് നമ്മുടെ ബ്രെയിന്, നമ്മുടെ തല അല്ലെങ്കിൽ ബ്രെയിന്. എൻ്റെ കൈകളുടെ പ്രവൃത്തിയും, കൈകളുടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈ ഒരു വാക്ക് പറയുന്നത് നമ്മളെ സൃഷ്ടാവിൻ്റെ അടിസ്ഥാന രഹസ്യത്തിലേക്കാണ്. അപ്പോൾ ആ ഒരു രഹസ്യം നമുക്കറിയാലോ. ഏറ്റവും മേലെ സ്ഥിതി ചെയ്യുന്ന ഒരു അംശം, അതിൻ്റെ താഴേക്കുള്ള ഒരു അംശം, ഇവിടെ ആ ഓർഡറാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ പ്രകാശം, അവിടെയാണ് ഈ സൃഷ്ടാവിൻ്റെ നടുതല മീൻസ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് കൈകളുടെ പ്രവൃത്തിയും ആയിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും. ഇത് മത്തായി 5:33 പറയുന്നുണ്ട്, കള്ളസത്യം ചെയ്തതെന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവികരോട് അരുൾ ചെയ്ത് കേട്ടിട്ടില്ലേ, നിന്റെ തലയെ തൊട്ടും സത്യം ചെയ്യരുത് എന്ന്. അപ്പൊ നിന്റെ ഒരു രോമം വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് കഴിയില്ല. അപ്പൊ തല, കൈ, ഇപ്പൊ രണ്ടിലും സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങൾ വരുന്ന ഖുറാനിലും പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൃഷ്ടാന്തത്തെ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും എന്ന് പറയുമ്പോൾ അവസാന കാലഘട്ടത്തിൽ നീതി നടപ്പിൽ വരുത്തുന്നൊരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ മഹത്വപ്പെടേണ്ടതിനെന്ന് പറയുമ്പോൾ സൃഷ്ടാവിന്റെ മഹത്വമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ നടുതലയുടെ മുളയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കുന്നു. അപ്പൊ സൃഷ്ടാവിന്റെ ഈ അംശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിലൂടെ നമ്മൾ നീതി നേടുന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് കൊലാസ്യർ 2:9-10 അവനിലല്ലയോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു.
അപ്പോൾ അവനിലല്ലയോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണവും ദേഹരൂപം വസിക്കും എന്ന് പറയുമ്പോൾ നമ്മളിൽ ദൈവത്തിന്റെ രൂപം വസിക്കുന്നുണ്ട്, ദേഹം. കാരണം നമ്മളെ ശരീരത്തിൽ എങ്ങനെ, നമ്മളെ കൈകൾ എങ്ങനെ, കാലുകൾ എന്നിങ്ങനെ, തല എങ്ങനെ വന്നു ചോദിക്കുമ്പോൾ സൃഷ്ടാവിന്റെ അംശങ്ങൾ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ രീതിയിൽ, ആ ഓർഡറിലാണ് നമ്മൾ സൃഷ്ടിച്ചു എന്ന് 3 ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി യെശയ്യാ 66:14 പറയുന്നുണ്ട്, ദൈവത്തിന്റെ കൈ ദാസന്മാർക്ക് വെളിപ്പെടും, ശത്രുക്കളോടായിരിക്കും അവന്റെ ക്രോധം കാണിക്കാന്ന്. അപ്പൊ ഈ ദൈവത്തിന്റെ കൈ എന്താന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എൻ്റെ നടുതലയുടെ മുളയും എൻ്റെ കൈകളുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൈ എന്താണെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുസിലത്ത് 53 പറയുന്നുണ്ട്, നിങ്ങളിൽ തന്നെയും നിങ്ങൾക്ക് പുറത്തും, അല്ലെങ്കിൽ നമ്മളിൽ തന്നെയും അതിന് ചുറ്റും എന്ന് പറയുന്നുണ്ട്. അഥവാ നമ്മുടെ ശരീരത്തിലും അതിന് പുറത്തും സൃഷ്ടാവിന്റെ തെളിവ് വരും എന്ന് പറയുന്നുണ്ട്. ആ നമ്മൾ ശരീരത്തിലല്ലാത്ത പുറത്തുള്ള തെളിവാണ് ഇവിടെ പറയുന്നത്, ഈ ദൈവത്തിന്റെ കൈകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് അവർക്ക് വെളിപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇനി യെശയ്യാ 66:18 പറയുന്നുണ്ട്, ഞാൻ അവരുടെ പ്രവർത്തികൾ അറിയുന്നു, ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അപ്പൊ ഞാൻ അവരുടെ പ്രവർത്തികൾ അറിയുന്നത് എങ്ങനെയാണ്? സൃഷ്ടാവ്, കാരണം നമ്മളും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അപ്പൊ നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ജാതികളും ഒരുമിച്ച് കൂട്ടുന്ന ഒരു കാലം വരും എന്ന് പറയുന്നുണ്ട് ഇവിടെ. അപ്പൊ തീർച്ചയായിട്ടും ഖുർആന് പറയുന്നതും ബൈബിള് പറയുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഖുർആന് ലോക അവസാനം വരെ അതിൽ കളവ് വരൂല, അല്ലെങ്കിൽ അതിലൊരു കൂട്ടിച്ചേർക്കലും ഉണ്ടാവില്ല, അത് എന്നും നിലനിൽക്കും, സത്യമായിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബൈബിളായാലും ഭഗവത്ഗീത ആയാലും സൃഷ്ടാവ് പറയുന്ന, സൃഷ്ടാവിനെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സൃഷ്ടാവ് നിലനിർത്തുക തന്നെ ചെയ്യും. അതിലൊരുപാട് കൂട്ടിച്ചേർത്തലുകൾ ഉണ്ടെങ്കിലും കൂടി സൃഷ്ടാവിന്റെ വചനം, അതിൽ സൃഷ്ടാവ് സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു നമ്മുടെ അംശം, അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ അംശം എങ്ങനെ ആ രീതിയിൽ നമ്മള് ശരീരം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് 3 ഗ്രന്ഥത്തിലും പറയുന്നുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്, അതിലൊരു കളവുമില്ല. അപ്പൊ അത് നമ്മൾ വിശ്വസിക്കാതായി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് നഷ്ടമായിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും മറ്റുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണാം. അസ്സലാമു അലൈക്കും.